എനിക്കാണെങ്കിൽ ശരിക്കും മുടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല നീളത്തിനുള്ള മുടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു ദിവസം മുടി മുറിച്ചതിന് വെളിയിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നീ പോയി മുടി മുറിച്ച് കാണിക്കണം ഗവൺമെൻറ്റിനെ എന്നാണ് പറഞ്ഞ് എന്നെ വിട്ടിരിക്കുന്നത്. ഒരു സ്ത്രീ മുടി മുറിക്കാൻ തയ്യാറാണില്ല, അറ്റ കൈയല്ലേ ഒരു ജീവിതം. കാരണം അവരുടെ കഴുത്ത് വെട്ടുന്നതിന് തുല്യമാണ് പരസ്യമായി. കാരണം നമ്മുടെ മുടി അകത്താണ് നമ്മൾ മുടി കെട്ടുന്നതും എല്ലാം ചെയ്യുന്നതും. നമ്മൾ ഒരുങ്ങിയേ പുറത്തിറങ്ങാറുള്ളൂ. പക്ഷെ നടുറോഡിലെ മുടി വെട്ടി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല. അത്രമാത്രം നീചമായ ഒരു ഇതിലേക്ക് നമ്മുടെ സർക്കാർ എത്തിച്ചു വന്നു. അവരുടെ സൗന്ദര്യം കൂടി ഇല്ലാതാക്കുന്ന ഒരു നിലപാടുകളിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് പറയണം. ആശമാരുടെ സമരപ്പന്തലിലാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് ഉള്ളത്. 50-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഇവർ ഇവിടെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. തങ്ങളുടെ മുടി അവരുടെ പ്രതിഷേധ സൂചകമായി അവർ മുറിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് കാണാം ഇവിടെ എല്ലാവരും അവരവരുടെ മുടി കോതി ഒതുക്കി മുടി വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്, അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഈ കാത്തിരിക്കുന്ന ഇവരോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്? മുടി മുറിച്ചിട്ടാണെങ്കിലും ശരി, ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്തിട്ടേ പോവുകയുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മുടി എന്ന് പറയുന്നത് എല്ലാവരുടെയും സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആ മുടി മുറിക്കാൻ നിൽക്കുന്ന ആ ഒരു അവസാന നിമിഷത്തിൽ പോലും ഇവരുടെ ഒന്നും മുഖത്തൊരു സങ്കടമില്ല. അവരെല്ലാം ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നേരിടുമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. എന്താ പറയാനുള്ളത്? എനിക്കാണെങ്കിൽ ശരിക്കും മുടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല നീളത്തിനുള്ള മുടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു ദിവസം മുടി മുറിച്ചതിന് വെളിയിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നീ പോയി മുടി മുറിച്ച് കാണിക്കണം ഗവൺമെൻറ്റിനെ എന്നാണ് പറഞ്ഞ് എന്നെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും മുടി മുറിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഇറങ്ങി തിരിച്ചത്. ഈ മാറ്റം ഇത്രയും 50 ദിവസമായിട്ടും ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ത്രീ മുടി മുറിക്കാൻ തയ്യാറാണില്ല, അറ്റ കൈയല്ലേ ഒരു ജീവിതം. കാരണം അവരുടെ കഴുത്ത് വെട്ടുന്നതിന് തുല്യമാണ് പരസ്യമായി. കാരണം നമ്മുടെ മുടി അകത്താണ് നമ്മൾ മുടി കെട്ടുന്നതും എല്ലാം ചെയ്യുന്നതും. നമ്മൾ ഒരുങ്ങിയേ പുറത്തിറങ്ങാറുള്ളൂ. പക്ഷെ നടുറോഡിലെ മുടി വെട്ടി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല. അത്രമാത്രം നീചമായ ഒരു ഇതിലേക്ക് നമ്മുടെ സർക്കാർ എത്തിച്ചു വന്നു. അപ്പം അവരോടൊപ്പം എന്താണോ തീരുമാനം, ആ തീരുമാനത്തോടൊപ്പം ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ജീവിത സമരം എന്ന് വെച്ചാൽ നമ്മുടെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരത്തിൽ ഇറങ്ങിയത്. അല്ലാതെ ആരെയും മുഖം കറുപ്പിക്കാനോ ആരുടെ ഔദാര്യങ്ങൾ തട്ടിപ്പറിച്ചു വാങ്ങാനോ അല്ല. നമുക്കോടൊരു അനുഭാവം സർക്കാർ കാണിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമേ ഇത്രയും ദിവസം നമ്മൾ ഈ സമരത്തിന് വ്യാപക സമരത്തിന് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഇപ്പോഴും ഒരു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് എത്രത്തോളം നമ്മൾ സ്വകാര്യത കൊണ്ടുപോയി നടന്നോ അത് പരസ്യമായി മുറിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോൾ സമരത്തിൻ്റെ ഏറ്റവും വലിയ മുദ്ര ലക്ഷ്യം. അത്രയേ ഉള്ളൂ. നമ്മുടെ സ്ത്രീകളെ നന്നായി കരുതിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ സൗന്ദര്യം കൂടി ഇല്ലാതാക്കുന്ന ഒരു നിലപാടുകളിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് പറയണം. എന്തുകൊണ്ടായാലും എങ്ങനെയൊക്കെ ആയാലും ഇത് ഒരു സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന പ്രചരണങ്ങൾ ശക്തമാകുമ്പോൾ പോലും ഇതെല്ലാം ഒരു സ്ത്രീവിരുദ്ധതയുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളായും സാക്ഷ്യപ്പെടുത്തലുകളായും തുടരുകയാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത്. എല്ലാവരും ചോദിക്കുന്നത് പോലെ വളരെ വൈകാരികമായൊരു വിഷയം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 50 ദിവസമായി ഈ തെരുവോരത്തിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് 50-ാം ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മളെ അധിക്ഷേപിക്കുന്നു. ഭരണാധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നു. 232 രൂപ കൂലി അത് ഞങ്ങൾക്ക് മതിയാവില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ പൊറുക്കില്ല, കേരള സമൂഹം പൊറുക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, അത് ആലപ്പുഴയിൽ, എറണാകുളത്ത്, കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാപ്രവർത്തകർ അതോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടെന്തിന് പുരുഷന്മാരടക്കം ഇന്ന് മുട്ടയടിക്കുന്നുണ്ട്, മുടി മുറിക്കുന്നുണ്ട്. ഇതൊരു സവിശേഷമായ സമരമാണ്. അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കുള്ളൊരു താക്കീത് കൂടിയാണിത്.
ഞങ്ങളല്ല ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ശ്രീമതി പി ഉഷ പറഞ്ഞതുപോലെ ലോകത്ത് നടക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിലിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണത്. ഞങ്ങൾക്ക് കരച്ചിൽ വരില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടെ മുഴുവൻ ആശാവർക്കർമാരും തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ മുടി മുറിക്കാൻ എത്തിയിരിക്കുന്നത്. ആരും കരയില്ല. അങ്ങനെ കരഞ്ഞ് തലതാഴ്ത്തിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മുടി മുറിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ മുടിമുറി ഇത് ഈ കേരളമെമ്പാടും പടരട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.